എന്നതാടിത്? നീ ആ ക്രാവിനെ പറമ്പിൽ കൊണ്ട് കേട്ട് അത് കിടന്ന് കരയുന്ന കേട്ടില്ല. എന്താ ചായ? കുന്നന്താനത്തുള്ള ഏതോ അകന്ന ബന്ധുവിന്റെ വീട്ടിലേക്ക് പോകാനായി വാരിക്കെട്ടി ഇറങ്ങിയതാ. ഞങ്ങള് നിർബന്ധിച്ച് ഇങ്ങോട്ട് കൊണ്ടുപോന്നു. നാളെ അവരൊരു വാടക വീട്ടിലേക്ക് മാറും. പിന്നെ ഈ മാസം 26-ന് അവളുടെ മനസ്സമ്മതമാണ്. ആരാ ചെക്കൻ? നീയല്ല. മെത്രാനിച്ചിന്റെ കാര്യമൊന്ന് ഉറപ്പിച്ചോണേ അച്ചോ. എന്റെ മേരി, എല്ലാം പറഞ്ഞ് ഏർപ്പാടാക്കിയിട്ടുണ്ടെന്നേ. വരവ് മനസ്സമ്മതത്തിനാണോ മിന്നുകെട്ടിനാണോ എന്ന കാര്യം മാത്രം ഒന്നറിഞ്ഞാ മതി. പിന്നെ CP സാറിന്റെ മനസ്സമ്മതത്തിന് സിനിമാക്കാര് കാണുന്നു പറഞ്ഞ് സൺഡേ സ്കൂളിലെ പിള്ളേര് മുഴുവൻ ഇളകിയിട്ടുണ്ട്. 250 കസേര ആ വഴിക്കും കൂട്ടിക്കോ. അതൊക്കെ എത്ര വേണേ നിങ്ങൾ പറയുന്നതാ കണക്ക് അല്ലയോടി? അമ്മച്ചി, ഈ ലിസ്റ്റ് ഒന്ന് നോക്കിയേക്കണേ. പ്രധാനപ്പെട്ട വല്ലവരും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ചെമ്മീൻ തികയൊന്ന് നോക്കിയാ മതി. അല്ലെങ്കിൽ അതിനുള്ള വഴി നോക്കണം. അപ്പൊ ഞാനിന്നങ്ങോട്ട്. ആയിക്കോട്ടെ. ഫിലിപ്പ് വന്ന മേടയിലേക്ക് ഒന്ന് ഇറങ്ങാൻ ശരി അച്ചോ. ശരി ശരി. എന്റെ പൊന്നമ്മച്ചി, നക്ഷത്രകുളം എന്ന് പറയുന്ന ഇതല്ലയോ? 25-ന് ക്രിസ്മസ്, 26-ന് മനസ്സമ്മതം. ദൈവം കർത്താവ് നെഞ്ചി തൊട്ട് അനുഗ്രഹിച്ചിരിക്കുമല്ലോ നമ്മുടെ CP മോനെ. എന്നതാടാ കുന്തമൊഴിക പോലെ നിൽക്കുന്നേ? കൊലമറയ്ക്ക് തിണ്ണക്കോട്ട് വെക്കടാ. ഈ വലിപ്പത്തിന് പാണ്ടിക്കാൻ കിട്ടും. എന്നാത്തിന് കൊള്ളാം? മുഴുക്ക ഹോർമോണല്ലയോ ഇത്? നാടനാ, നമ്മുടെ തോട്ടത്തിൽ നിന്ന് വെട്ടിയതാന്നേ. ചീകി ചീത് വെളിച്ചെണ്ണക്കകത്തോട്ടിട്ടൊന്ന് മൂപ്പിച്ചെടുത്താലുണ്ടല്ലോ എന്നതാ രുചി. എന്തിനാ കറിയാച്ച ഇതൊക്കെ? ഇവിടെ ആവശ്യത്തിനുണ്ടല്ലോ. ോണ്ട് കിടക്കുന്നു. എന്റെ പൊന്നമ്മച്ചി, അതെനിക്ക് അറിയത്തില്ലായോ? ഇത് എന്റെ ഒരു സന്തോഷത്തിനല്ലയോ, ഒരു സമാധാനത്തിനല്ലയോ? ഈ കൈവെള്ളയിൽ കൊണ്ട് നടന്ന് വളർത്തിയ കുഞ്ഞാ ഇപ്പോഴും ദേ കറിയായുടെ നെറുകന്തലയിൽ ആനു തൂത്ത് മണത്താലേ CP മോ പണ്ട് ചൂച്ചുപുള്ളിയെ മണമടിക്കും. അവന്റെ ഒരു കാര്യത്തിന് ഞാൻ ഇത്രയൊക്കെ ചെയ്തില്ലെങ്കിൽ എനിക്ക് കിടന്ന് ഉറക്കം വരുമോന്നേ. എന്നതായി പറയുന്നേ? ആ സുഖമാണോടോ പിള്ളേ? ആ വാതിലൊന്ന് അടച്ചേക്ക്. ചെത്തിമറ്റത്ത് ഉറവയാ കറിയായുടെ കുടിനീര്. അത് കറിയാക്കും അറിയാം, അമ്മച്ചിമാർക്കും അറിയാം, നാട്ടുകാർക്കും അറിയാം.
ആ ഉറവ് നിലച്ചാ പിന്നെ കറിയാക്കി ജീവിതമുണ്ടോ? പണ്ട് ചേറിക്കഴിഞ്ഞുകൊണ്ടിരുന്ന കാലമാണെങ്കിൽ ഹോ ഓട്ട പുല്ലേന്ന് വെക്കാം. ഇപ്പൊ അത് പറ്റുമോ? പതുപതുത്തെ മെത്തയുടെയും വേസിയുടെയും നല്ല കള്ളിന്റെയും കറിയാച്ചൻ മുതലാളി എന്നുള്ള വിളിയുടെയും ഒക്കെ സ്വാതറിഞ്ഞു പോയില്ലയോ? CP മോൻ ബുദ്ധിമാനാ, അതിബുദ്ധിമാൻ. 2 ദിവസം കൊണ്ട് കറിയാച്ചന്റെ അടിവേരയിലല്ലയോ കത്തിവെച്ചത്. പോരാത്തതിന് കണ്ണി നോക്കി പറയുകയും ചെയ്തു, ഇനി അമ്മച്ചിമാരെ ചുരണ്ടാ നിന്ന കൊന്നുകളയുമെന്ന്. ഈശോയെ, എന്റെ നല്ല ജീവൻ അങ്ങ് പോയി എന്ന് വെച്ചാ കൊല്ലാൻ എളുപ്പമാ, പക്ഷെ ചാവാൻ കറിയാക്കി പേടിയ. കറിയാച്ചൻ ഒന്നങ്ങ് ഉറപ്പിച്ചു, എല്ലാം അങ്ങ് അവസാനിപ്പിക്കാൻ പോവുക. പക്ഷേ എല്ലാം അവസാനിപ്പിച്ചു പോകുന്ന കറിയാക്കി അമ്മച്ചിമാരൊരു സമ്മാനം തരണം. ഇതുവരെ തന്നതിനെയൊക്കെ വെല്ലുന്നൊരു വലിയ സമ്മാനം. വേറൊന്നുമല്ല, CP കോളേജ്, സർ CPയുടെ ആസ്ഥാന മന്ദിരം. അതെനിക്ക് വേണം. എന്നതാണോ താനീ പറയുന്നേ? ചേലക്കാണ്ടിരി തള്ളേ. കണ്ണീരൊലിപ്പിച്ചും പദം പറഞ്ഞും ഇനി നേരം കളയാൻ നോക്കണ്ട. മനസ്സമ്മതത്തിന്റെ തലേന്ന് വക്കീലിനെയും കൂട്ടി ഞാനിങ്ങ് വരും. ചെവി അറിയാതെ കാര്യം നടക്കണം. നടന്നില്ലെങ്കിൽ പള്ളിമുറ്റത്ത് കൂടുന്നത് അത്തമ്പള്ളിക്കാരുടെ മുന്നില് കറിയാവതയ ചെപ്പങ്ങ് തുറക്കും. ഒന്നും മറന്നിട്ടില്ലല്ലോ രണ്ടാളും. കണ്ണിച്ചോരയില്ലാത്ത ചെയ്തേനി കറിയാ ചെയ്യൂ. അതറിഞ്ഞു നിന്ന നിങ്ങൾക്ക് കൊള്ളാം. വല്യമ്മച്ചിയുടെ 16 അടിയന്തരത്തിന്റെ സദ്യ ഉണ്ണാൻ നിനക്ക് CP കോളേജ് ഇഷ്ടദാനമായിട്ട് വരും അല്ലടാ. അവസാനമായിട്ട് നിനക്ക് ഞാൻ താക്കീത് തന്നതാ. ചെത്തിമറ്റത്തൊരു പുൽനാമ്പിന് നേരെ കൈനീട്ടിയ അന്ന് നിന്റെ അവസാനമാണെന്ന് ആണയിട്ട് പറഞ്ഞതല്ലടാ നായേ. വാഴികയ്ക്ക് 40 വട്ടം ചെത്തിമറ്റെന്ന് ചെലക്കുന്നുണ്ടല്ലോ നീ. ചെത്തിമറ്റ താരാ? ചെത്തിമറ്റുമായിട്ട് നിനക്ക് എന്നതാടാ ബന്ധം? കല്യാണം കഴിക്കാത്ത മേരിക്കും കൊച്ചുമേരിക്കും ദിവ്യഗർഭത്തിലുണ്ടായ പൊന്നുമോനാണോടാ നീ? ഒരു ക്രിസ്മസ് രാത്രിയില് കരോൾ സംഘം ചെത്തിമറ്റത്ത് ചെന്നപ്പോ കൊച്ചുമേരിയുടെ കയ്യിൽ ഒരു പൊടി കുഞ്ഞ്. കൊച്ചേതാന്ന് ചോദിച്ചവരോട് മേരിയും കൊച്ചുമേരിയും ഒന്നിച്ചങ്ങ് പറഞ്ഞു കാർ ആക്സിഡന്റിൽ ചത്തുപോയ ആങ്ങളയുടേതാണെന്ന്. ഞാനും പറഞ്ഞു, ഏത് കാർ ആക്സിഡന്റ്, ഏത് ആങ്ങള? എടാ കൊച്ചനെ, നീ ആദ്യം ചെന്ന തള്ളച്ചിമാരോട് നിന്റെ തന്തയാരാണെന്ന് ചോദിക്കും. നാടേതാ, വീടേതാ, ജാതി ഏതാന്ന് ചോദിക്കും. എന്നിട്ട് വാ, അപ്പോഴേ നീ കറിയായിക്ക് ചേർന്ന് ഇരയാവത്തു. ചെത്തിമറ്റത്തെ പെണ്ണുങ്ങളൊന്നും മുരിയാടിയില്ലെങ്കിൽ നീ എന്റെ കടവത്തേക്ക് വാ, കഥ ഞാൻ വിസ്തരിച്ചു തരാം.